ഒരേ സമയം നടനായും സംവിധായകനായും എത്തി പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന നടനാണ് പൃഥ്വിരാജ്. മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഒടുവിൽ പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായ എമ്പുരാൻ മികച്ച പ്രതികരണമായിരുന്നു നേടിയത്. എന്നാൽ പ്രേക്ഷകർ ഇനി പൃഥ്വിരാജിനെ കാണാൻ പോകുന്നത് ഒരു ഹിന്ദി ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായിട്ടായിരിക്കും. തന്റെ പുതിയ ഹിന്ദി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പൃഥ്വിരാജ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കയോസ് ഇറാനി സംവിധാനം ചെയ്ത സർസമീൻ എന്ന ചിത്രമാണത്. ഈ ചിത്രം കാണാനായി മലയാളി സിനിമാ പ്രേമികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിന്റെ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ. സർസമീൻ എന്ന എൻ്റെ സിനിമ ജൂലൈ 25-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നു. ഞാൻ മാത്രമല്ല, കാജോൾ, ഇബ്രാഹിം അലി ഖാൻ തുടങ്ങിയ ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ട്. ഇത് വൈകാരികവും തീവ്രവും ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞതുമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മളല്ലേ, നല്ല സിനിമകൾ ഏതു ഭാഷയിലായാലും നമ്മൾ കാണുമല്ലോ. വരുമ്പോൾ കാണുക. ഇങ്ങനെയാണ് വീഡിയോയിൽ പൃഥ്വിരാജ് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുകയില്ല, പകരം ഡയറക്റ്റ് OTT റിലീസായിരിക്കും. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ 25-നാണ് സർസമീൻ സ്ട്രീമിംഗ് ആരംഭിക്കുക. കൂടാതെ ഹിന്ദി ഉൾപ്പെടെ മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ചിത്രം കാണാൻ സാധിക്കും. നേരത്തെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. തുടർന്ന് മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചത്. ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സൗമിൽ ശുക്ലയും അരുൺ സിംഗും ചേർന്നാണ്. സൈനിക ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുക. സൈനിക ഉദ്യോഗസ്ഥനായ അച്ഛന്റെ വഴിവിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന മകൻ. തുടർന്ന് ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ അവർ എങ്ങനെ നേരിടുന്നു എന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാനാണ് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ മകന്റെ റോളിൽ എത്തുന്നത്. കാജോളാണ് പൃഥ്വിരാജിന്റെ നായിക.